ഹലോ ഈ വരുന്ന +2 പരീക്ഷയിൽ നമുക്ക് ഷുവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യം പഠിച്ചാലോ? നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇന്റർ റെസ്റ്റോറന്റ് ഡ്രോയിങ്സ് നമുക്കൊരു ഫിക്സഡ് പീരീഡിൽ ഫിക്സഡ് എമൗണ്ടുകൾ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതൊരു സിംഗിൾ ഇക്വേഷൻ വെച്ചുകൊണ്ട് അത് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു റേറ്റ് ഇൻറ്റു ആവറേജ് പീരീഡ് ഡിവൈഡ് ബൈ 12. നമുക്കറിയാം ഫിക്സഡ് പീരീഡ് എന്ന് പറയുമ്പോൾ പെർ മന്ത് ആവാം, പെർ ക്വാർട്ടർ ആകാം, അല്ലെങ്കിൽ ഹാഫ് ഇയർലി ആകാം. അപ്പോൾ ഈ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം പെർ മന്തിൽ 10,000 രൂപ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ടോട്ടൽ ഡ്രോയിങ്സ് into 12 ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ടോട്ടൽ ഡ്രോയിങ്സ് കിട്ടുക. റേറ്റ് എത്ര നമുക്ക് ക്വസ്റ്റ്യൻ തരും. ഇനി ആവറേജ് പീരീഡ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്കൊരു ടേബിൾ ഉണ്ട്. ആ ഒരു ടേബിൾ ആയിരിക്കും നമ്മൾ പലരും പഠിച്ചിട്ടുണ്ടാവുക. നമുക്കറിയാം മന്ത്ലി ആയാലും ക്വാർട്ടർലി ആയാലും ഹാഫ് ഇയർലി ആയാലും ബിഗിനിങ് ആകാം, മിഡിൽ ആകാം, എൻഡ് ആകാം. ഇങ്ങനെ 3x3 9 കോമ്പിനേഷൻ ആണ് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഈ 9 കോമ്പിനേഷനിലും ആവറേജ് പീരീഡ് വേറെ വേറെ തന്നെയാണ് വരുന്നത്. ആക്ച്വലി നിങ്ങൾ ആ ടേബിൾ പഠിച്ചില്ലെങ്കിലും ടൈം ആഫ്റ്റർ ഫസ്റ്റ് വിഡ്രോവൽ പ്ലസ് ടൈം ആഫ്റ്റർ ലാസ്റ്റ് വിഡ്രോവൽ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഇക്വേഷൻ കൊടുത്താലും ആ ഒരു ആവറേജ് പീരീഡ് കിട്ടും. ഇനി ആ ഇക്വേഷൻ ക്ലിയർ ആവാത്ത ആൾക്കാർ ഈ ഒരു ടേബിൾ പഠിച്ചു പോയാലും മതി. അങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം ചെയ്ത് നോക്കിയാലോ? നമുക്കൊരു ചോദ്യം നോക്കാം. നന്ദ എ പാർട്ണർ ഇൻ എ ഫേം വിഡ്രോ 5,000 പെർ മന്ത് 5,000 പെർ മന്ത്. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാൻ വേണ്ടി പറഞ്ഞു 9% പെർ ആനമാണ് റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ എൻഡ് ഓഫ് ദ ഈച്ച് മന്ത് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ ഒരു ചോദ്യം കണ്ടാൽ നമ്മൾ അതിൽ നിന്ന് ചെക്ക് ചെയ്യേണ്ടത്, ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് മന്ത്ലി ആണോ, ക്വാർട്ടർലി ആണോ, ഹാഫ് ഇയർലി ആണോ എന്നാണ്. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ബിഗിനിങ് ആണോ, എൻഡ് ആണോ, മിഡിൽ ആണോ എന്നുള്ളതാണ്. സോ ഇത് രണ്ടും മനസ്സിലാക്കിയാലേ നമുക്ക് ഈ ആവറേജ് പീരീഡ് പിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു ക്ലൂ പറഞ്ഞു തരാം. നമ്മൾ മിഡിൽ ആണ് സംഭവിക്കുന്നതെങ്കിൽ അത് മന്ത് ആണെങ്കിലും ക്വാർട്ടർ ആണെങ്കിലും ഹാഫ് ഇയർലി ആണെങ്കിലും ആവറേജ് പീരീഡ് 6 ആയിരിക്കും. നിങ്ങൾ ഈ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ചോദ്യം വരുന്നത് എൻഡ് ഓഫ് ദ മന്ത് ആണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടേബിൾ നോക്കിയാൽ എൻഡ് ഓഫ് ദ മന്ത് ആവറേജ് പീരീഡ് വരുന്നത് 5.5 ആണ്. 5,000 ആണ് നമ്മുടെ ഒരു മന്തിലെ ഡ്രോയിങ്സ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് എത്രയായിരിക്കും? 60,000 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു സിംഗിൾ ഇക്വേഷൻ വെച്ചുകൊണ്ട് 60,000 ഇൻറ്റു 9% ഇൻറ്റു 5.5 ഡിവൈഡ് ബൈ 12 ദ ആൻസർ ഈസ് 2,475. അടിപൊളിയല്ലേ?